സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും ടിപ്പർ ലോറികളുടെ കൊലവിളിയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. അതിന് പിന്നാലെ അമിത വേഗതയിൽ ടിപ്പർ ലോറി പാഞ്ഞു വന്നിടിച്ച് ഒരു യുവാവിന്, ഒരു സ്കൂട്ടർ യാത്രികന് മരണം സംഭവിച്ചിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോഴും ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല. നഷ്ടപരിഹാരം സംബന്ധിച്ച്, ഈ അപകടത്തിൽ മരിച്ചവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ചും തീരുമാനമുണ്ടാകത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഇത് സംബന്ധിച്ച് സർവകക്ഷി യോഗം അലസി പിരിഞ്ഞിരിക്കുന്നു. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക മാർഗരേഖ തയ്യാറാക്കി ജില്ലാ ഭരണകൂടം ഉടൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, നമുക്കറിയാം, ഏറെ വേദനിപ്പിച്ച രണ്ട് വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നിന്നുണ്ടായത്. ഈ ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ 2 പേരുടെ, ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേരുടെ ജീവനാണ് എടുത്തത്. ഇവിടെ ഈ ടിപ്പർ ലോറികൾക്കെതിരെ നിയമവിരുദ്ധമായി, അതായത് ഗതാഗത നിയമം ലംഘിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന, പൊതുനിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ടിപ്പർ ലോറികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിനപ്പുറം ഇതുവരെയും ഈ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിക്ക് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ പോലും യാതൊരു തീരുമാനവുമായിട്ടില്ല. എന്താണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായത് ഡാൻ? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെയും ടിപ്പർ ലോറികൾ ഇടിച്ചുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ആ ഭാഗത്ത് നിന്ന് രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിൽ പൊതുനിരത്തുകളിൽ ഗതാഗതം തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലോ അമിതഭാരം കയറ്റിയോ ഒന്നും ടിപ്പർ ലോറികൾ ഓടിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള നിർദ്ദേശം വന്നത്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സമാനമായ സാഹചര്യമാണ് പനവളയിൽ ഇന്നലെ വൈകിട്ടും ഉണ്ടായത്. എന്തായാലും 26 വയസ്സുകാരനായ അനന്തുവിനാണ് വിഴിഞ്ഞം മുക്കോലയിൽ വെച്ച് ടിപ്പർ ലോറിയിൽ നിന്ന്, ടോറസ് ലോറിയിൽ നിന്ന് കരിങ്കല്ല് ദേഹത്തേക്ക് വീണ് അപകടമുണ്ടായത്. അതിൽ മണിക്കൂറുകൾക്കകം തന്നെ അനന്തുവിൻ്റെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ അനന്തുവിൻ്റെ സംസ്കാരം കഴിഞ്ഞതിന് പിന്നാലെയാണ് അവിടെ നിലനിന്നിരുന്ന സംഘർഷ സാധ്യതയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചത്. എന്തായാലും സർവകക്ഷി യോഗം രാവിലെ ചേർന്നുവെങ്കിലും ഈ നഷ്ടപരിഹാര തുകയായി 1 കോടി രൂപ കുടുംബത്തിന് നൽകാൻ തയ്യാറാകണമെന്ന് എം വിൻസെൻ്റ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പക്ഷേ അക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർവകക്ഷി യോഗത്തിന് കഴിഞ്ഞില്ല. ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് അദാനി ഗ്രൂപ്പും സർക്കാരും ചേർന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് മാത്രമാണ്. പക്ഷേ അദാനി ഗ്രൂപ്പ് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത്, വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശത്ത് വെച്ചല്ല അപകടം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിന് നേരിട്ട് ഈ കരാറുകാരുമായി അല്ലെങ്കിൽ ഈ ലോറി ഉടമകളുമായി ബന്ധമില്ലാതെ ഉപകരാർ നൽകിയിരിക്കുന്ന കമ്പനിയുടെ വാഹനമാണ് അത്തരത്തിൽ അപകടത്തിന് വഴിവെച്ചത്. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ തന്നെയായിരിക്കും ഇതിൽ ഇനി നിർണായകമാകുക. അതോടൊപ്പം ഈ നാട്ടുകാരടക്കം പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇതിനു മുമ്പും സമാനമായ തരത്തിൽ അമിതഭാരം കയറ്റി അമിത വേഗത്തിൽ ടിപ്പർ ലോറികൾ വിഴിഞ്ഞത്തുകൂടി ഈ തുറമുഖത്തിലേക്ക് ചീറിപ്പായുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നടപടിയെടുക്കാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നത തലത്തിൽ നിന്ന് സ്വാധീനം മൂലം നടപടിയിലേക്ക് കടക്കാൻ കഴിയാത്ത പശ്ചാത്തലമാണ് ഉള്ളത് എന്നാണ് രഹസ്യമായി ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാർഗരേഖ തയ്യാറാക്കാൻ, ഇവിടേക്ക് എത്തുന്ന ലോറികളും മറ്റ് വാഹനങ്ങളും പോകേണ്ട ക്രമം അനുസരിച്ചൊരു മാർഗരേഖ തയ്യാറാക്കാൻ യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. 2 ദിവസത്തിനകം ഈ മാർഗരേഖ തയ്യാറാക്കാനാണ് നിർദ്ദേശം. അതോടൊപ്പം 3 വകുപ്പുകളുടെ, മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് ഈ ലോഡുമായി പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകണമെന്ന കാര്യത്തിൽ പരിശോധന നടത്തും. അതോടൊപ്പം ഡ്രൈവർമാർക്ക് പരിശീലനം നൽകും. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് യോഗത്തിൽ പ്രധാനമായി ചർച്ചയായത്. എന്തായാലും കോൺഗ്രസ് ഈ യോഗം ബഹിഷ്കരിച്ചു. പ്രധാനമായി പറയുന്ന കാര്യം, നഷ്ടപരിഹാര തുക കൈമാറുന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിലേക്ക് എത്താൻ സർക്കാർ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ യോഗവുമായി സഹകരിച്ചു പോകാൻ തയ്യാറല്ലെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യോഗം ബഹിഷ്കരിച്ചത്. പ്രതിഷേധത്തിനുള്ള കാരണം, ഒരു നിമിഷം ഡാനിലേക്ക് തിരികെ എത്താം. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്.
നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇതുവരെയും ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്, മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ തീരുമാനമായിട്ടില്ല. അതോടൊപ്പം ഈ വാഹനങ്ങൾ, ലോഡ് കയറ്റിയുള്ള വാഹനങ്ങൾ, ടിപ്പർ ലോറികൾ എത്തുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ വേണമെന്ന ആവശ്യം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ രണ്ട് വിഷയങ്ങളിലും തീരുമാനമാകുന്നതുവരെയും സമരം തുടരുമെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കിയത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇന്നത്തെ ആൾ പാർട്ടി മീറ്റിംഗിന് വികാരം ഗവൺമെന്റ് അറിയിക്കുന്നത് അല്ല, നഷ്ടപരിഹാരം അദാനി ഇത്ര കൊടുക്കുമെന്നോ ആ കുടുംബത്തിന് ജോലി കൊടുക്കുമെന്ന് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഈ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. എന്താണ് തീരുമാനം വരുന്നത് വരെ ഈ ലോറിയുമായി അദാനി പൊള്ളിക്കൊണ്ടു ഞങ്ങൾ ഇന്റർനാഷണൽ സംഭവിക്കുന്ന തീരുമാനിച്ചിട്ടുണ്ട്. സമരം ഞങ്ങൾ തുടരും. ഔട്ട്കം വേണമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ തീരുമാനം വേണമെന്ന് ഞങ്ങൾ പിന്നീട് അറിയിക്കാം എന്നതല്ലാതെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് അദാനിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ വിഷയത്തിൽ ഗവൺമെന്റ് അദാനിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. സാധാരണ കുടുംബത്തിന് ഒരു നീതി ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഒരു കോടിയിൽ കുറയാത്ത രൂപ ആ കുടുംബത്തിന് കൊടുക്കണം. സർക്കാർ ജോലി വേണ്ടും. ഡാൻ, വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധമായിരുന്നു വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇപ്പോഴും സമരം തുടരുകയാണോ? ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് മാത്രമാണോ ഇവരുടെ പ്രതിഷേധം? അതോ ഈ ലോറികളുടെ, ടിപ്പർ ലോറികളുടെ മാനദണ്ഡങ്ങൾ, ഈ ലോഡ് കയറ്റി വരുന്ന ടിപ്പർ ലോറികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ മാനദണ്ഡം വേണമെന്ന ആവശ്യം കൂടി അവർ ഉയർത്തുന്നില്ലേ? സ്വാഭാവികമായും അതുതന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജാഗ്രതയോടെ അടിയന്തരമായ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നതുവരെ വിഴിഞ്ഞം തുറമുഖ കവാടത്തിലേക്ക് ലോഡുമായി പോകുന്ന വാഹനങ്ങൾ കടത്തിവിടത്തില്ല എന്ന തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് നാട്ടുകാർ എത്തുന്നത്. നമുക്കറിയാം, ഏറെ വിവാദമായതാണ് വിഴിഞ്ഞത്ത് ആദ്യഘട്ടത്തിലേക്ക് നടന്ന സമരം. ആ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള പോലീസിൻ്റെ സുരക്ഷയും മറ്റും നിലവിൽ തുറമുഖ കവാടത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുണ്ട്. അതിന് ഇത്തരത്തിൽ ഒരു അപകടം, ദാരുണമായി ഒരു യുവാവിൻ്റെ മരണം സംഭവിക്കുന്ന തരത്തിലേക്ക്, ഒരു ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഈ ടിപ്പർ അപകടം വഴിവെച്ചത്. എന്തായാലും ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അടിയന്തരമായ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം മറുവശത്ത് നിന്ന് ഉയരുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഉറപ്പനുസരിച്ച് 2 ദിവസത്തിനകം മാർഗരേഖ തയ്യാറാക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഈ ഇവിടേക്ക് എത്തുന്ന തുറമുഖ കവാടത്തിൽ എത്തുന്ന വാഹനങ്ങൾ എങ്ങനെയായിരിക്കണം പോകേണ്ടത്, അതിൽ ഭാരം എത്രയാവണം, വേഗത എത്രയാകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായൊരു ധാരണയുണ്ടാകും. അതിനുശേഷം ഈ ഡ്രൈവർമാർക്ക്, ഇവിടേക്ക് തുടർച്ചയായി കരാറെടുത്തെത്തുന്ന ലോറിയിലെ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം ശമിപ്പിക്കാൻ ഈ 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം നാട്ടുകാരുമൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറായാൽ മാത്രമേ നിലവിലുണ്ടായിരിക്കുന്ന ഈ സംഘർഷ സാഹചര്യത്തിന്, ഈ പ്രതിഷേധത്തിന് അയവ് വരുത്താൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ ഉയർന്ന പൊതുവികാരം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതും ആയിരിക്കും. ടോം, ഡാൻ, സ്വാഭാവികമായും അദാനി ഗ്രൂപ്പ് ഈ വിഷയത്തിൽ അവർ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ആ ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ സർക്കാരിന് ഇതിനകത്തൊരു ബാധ്യതയില്ലേ? കാരണം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ വീഴ്ച കൂടിയല്ലേ ഈ ഒരു യുവാവിൻ്റെ, വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണമായത്? സ്വാഭാവികമായും സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ നഷ്ടപരിഹാരം കൊടുക്കാൻ? സ്വാഭാവികമായി അത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രായോഗികമായ നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഒരു നടപടികൾ പൂർത്തിയാക്കാനുള്ള കാലതാമസം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നേരിട്ടേക്കാം. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയും GR അനിൽ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സർക്കാരിൻ്റെ പ്രതിനിധികളായി കുടുംബത്തിലെത്തി കുടുംബാംഗങ്ങളുമായി നേരിൽ സംസാരിക്കുകയും സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ കുടുംബത്തിന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇന്നലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങളെ ഉണ്ടായിരുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
ലേക്കൊന്നും ചർച്ച നടത്താൻ മന്ത്രിമാർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിയും. ഈ പ്രതിഷേധം വീണ്ടും കനക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തിൽ ഈ ലോറികൾ തുറമുഖ കവാടത്തിലേക്ക് നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി സർക്കാർ വീണ്ടും സമ്മർദ്ദത്തിലാകും. അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കുക എന്ന വെല്ലുവിളിയാണ് സർക്കാരിന് മുമ്പിലുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി തന്നെ ഈ സർവകക്ഷി യോഗം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് വിളിച്ചു ചേർത്തത്. പക്ഷേ അവിടെ കൃത്യമായ ഒരു തീരുമാനം നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ എടുക്കാൻ സർവകക്ഷി യോഗത്തിന് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് തരത്തിലായിരിക്കും ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അദാനി ഗ്രൂപ്പുമായി സർക്കാരിന്റെ പ്രതിനിധികൾ നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള സഹായം അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാർ തലത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്നും പാറക്കഷ്ണം വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയരുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, കൃത്യമായി 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വിഷയത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധം തുടരുമെന്ന് അവർ അറിയിക്കുന്നു. മാത്രമല്ല, ഇതോടൊപ്പം ഈ ടിപ്പർ ലോറികളുടെ കാര്യത്തിൽ, ലോഡ് കയറ്റി വരുന്ന ടിപ്പർ ലോറികളുടെ കാര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.